ഹലോ. നമ്മൾ ലോ ഗാർഡനിലേക്ക് വേണ്ടിയിട്ട് സ്റ്റോക്ക് എടുക്കാൻ പോയ സമയത്ത് അഗ്ലോണിമയുടെ നല്ലൊരു വെറൈറ്റി കണ്ടതാണ്. എനിക്ക് അഗ്ലോണിമയുടെ വെറൈറ്റിയുടെ പേരൊന്നും അത്ര കൃത്യമായിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് നല്ല രീതിയിൽ ഈ ചകിരിച്ചോറിൽ നല്ല രീതിയിൽ പോട്ട് ചെയ്ത് വെച്ചിരുന്ന വെറൈറ്റി ആയിരുന്നേ. ഞാനിവിടെ കൊണ്ടുവന്ന് റീപോർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് അതേ കണ്ടത്. ഇതിൻ്റെ അകത്ത് ഇതേ കണക്കൊരു പോട്ടിനകത്താണ്. ഇത് എന്ത് പോട്ടാണെന്ന് വെച്ചാൽ ഹൈഡ്രോഫോണിക്സിൻ്റെ പോട്ടാണേ. നമ്മൾ ഇതിനകത്താണ് ഈ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് വേര് പിടിപ്പിക്കുന്ന ടെക്നിക്കാണ് ഹൈഡ്രോഫോണിക്സിൽ. അപ്പോൾ ഈ ചെടി അങ്ങനെ വേര് പിടിപ്പിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ വേര് പിടിപ്പിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സാധനത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ ഈ ചെടി ചിലപ്പം ഡെഡായിപ്പോവും. അതുകൊണ്ട് ചീത്തയായി പോകുന്നതുകൊണ്ടാണ് പരമാവധി നമ്മുടെ ഹോൾസെയിൽ ഡീലേഴ്സ് അങ്ങനെ മാറ്റി വെക്കാറില്ല. ഇതിൻ്റെ പുറത്ത് തന്നെ ഇവർ ചകിരിച്ചോറ് നമ്മൾ ട്രീറ്റഡ് ചകിരിച്ചോറ് സാധാരണ ഈ ഇങ്ങനെ വരുന്ന ലോഡിനകത്ത് ഇട്ട് വരുന്നത്. അപ്പോൾ ഈ ചകിരിച്ചോറൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെക്കും. നമ്മൾ നോക്കുമ്പോൾ ചെറിയ തൈകളായിരിക്കും, നല്ല രസമായിരിക്കും കാണാനായിട്ട്. നമ്മളത് വീട്ടിൽ കൊണ്ട് വെക്കുകയും ചെയ്യും. പക്ഷേ ഇത് നമ്മൾ ഒന്ന് റീപോർട്ട് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ഇങ്ങനൊരു സംഭവം കാണുന്ന. പല ആൾക്കാരും ഇതങ്ങ് അവഗണിച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് മണ്ണിട്ട് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യല്ലേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അതാ നോക്കിയേ, എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു പോട്ടിനകത്ത് തന്നെ ഇതിൻ്റെ ചെറിയ ചെറിയ ഹോളിൽ കൂടെ തന്നെ ആ വേര് ശരിക്കും നല്ല കട്ടിയായിട്ടുണ്ട്. കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ അതിന് വളരാൻ പറ്റാത്ത രീതിയിൽ അത് മുരടിച്ചു പോകും. ഈ സാധാരണ ഹൈഡ്രോഫോണിക്സ് എന്ന് പറയുന്ന ഈ കുഞ്ഞ് പോട്ട് നോർമലി വരുന്നത് നമ്മൾക്ക് ചെമ്പരത്തിയിൽ വരാറുണ്ട്. ചെമ്പരത്തിയുടെ ഹൈബ്രിഡ് ചെമ്പരത്തിയിൽ ഈ സംഭവം വരാറുണ്ട്. പിന്നെ അഗ്ലോണിമയിൽ വരാറുണ്ട്. ഇതൊക്കെ വേര് പിടിപ്പിക്കാനുള്ള ഒരു സംഭവമായിട്ടാണ് കാണുന്നത് ഇത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കി മാറ്റിയില്ലെങ്കിൽ ചെടി മുരടിച്ച് പോത്തതേ ഉള്ളൂ. അപ്പം ഇത് എങ്ങനെ ഇളക്കുന്നതെന്നാണ് കാണിച്ചത്. നല്ല ഷാർപ്പ് ഒരു ബ്ലേഡ് എടുത്തിട്ട് പതുക്കെ മാറ്റണം കേട്ടോ. അത്രയും ഒന്നും ഉപയോഗിക്കരുത്, ബ്ലേഡ് തന്നെ ഉപയോഗിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.